മോട്ടോയുടെ ഇ സീരീസിലെ മോട്ടോ E6i എന്ന് പറഞ്ഞൊരു ഫോൺ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മോട്ടോ E6iൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യുക. മോട്ടോ അവരുടെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ പുതുതായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഫോണാണ് മോട്ടോ E6i. ഇത് അവരുടെ ഈ സീരീസിൽ വരുന്ന ഒരു ബഡ്ജറ്റ് ഫോൺ കൂടിയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.1 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിട്ടാണ്. മാക്സ് വിഷൻ ഡിസ്പ്ലേ എന്ന് പറയുന്ന പുതിയൊരു ഡിസ്പ്ലേ കൂടിയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ഫോൺ വരുന്നത് വാട്ടർ ഡ്രോപ്പ് അല്ലെങ്കിൽ യു നോച്ചോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. 90.5:9 എന്ന് പറയുന്ന ആസ്പെക്റ്റ് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. 160 ഗ്രാമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ് പറയുന്നത്. 8.5 mm ആണ് തിക്നെസ് വരുന്നത്. 2 കളർ വേരിയൻറ്റിലാണ് ഇതിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിങ്കും ടൈറ്റാനിയം ഗ്രേ അങ്ങനത്തെ 2 കളർ വേരിയൻറ്റിലാണ് ഇതിപ്പം കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ പ്രൊസസ്സർ വരുന്നത് യൂനി SoC ടൈഗർ SC 9863A എന്ന് പറയുന്ന ഒരു ഒക്ടാ കോർ പ്രൊസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൻ്റെ വേറൊരു വേരിയൻറ്റ് മീഡിയാടെക്കിൻ്റെ പ്രോസസ്സറുമായിട്ട് വരുന്നു എന്ന് പറയുന്ന വേറൊരു ന്യൂസും കൂടി നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഏതാണ് പ്രോസസ്സർ എന്നുള്ളത് കൺഫേം ആയിട്ട് അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഫോൺ വരുന്നത് 2GB 32GB വേരിയൻ്റാണ്. ഈ ഫോണിൽ നമുക്ക് മെമ്മറി കാർഡ് ഇട്ട് യൂസ് ചെയ്യാനും കഴിയും. ആൻഡ്രോയിഡിൻ്റെ 10 തന്നെയാണ് ഇതിൽ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ ഈ ഫോണിൽ എടുത്ത് പറയേണ്ടത് ഗോ എഡിഷൻ സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് പറയാൻ കഴിയുന്നത്. ലൈറ്റ് ആയിട്ടുള്ള ആപ്പുകളായിരിക്കും, ഗൂഗിൾ ഗോ ഒക്കെ പോലെയുള്ള ആപ്പുകളായിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഇതിൻ്റെ ക്യാമറ വിഭാഗത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 13 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പുമായിട്ടാണ് വരുന്നത്. 2.2 അപ്പർച്ചറിലാണ് 13 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ വരുന്നത്. 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ 2.4 അപ്പർച്ചറിലാണ് വരുന്നത്. പിന്നെ ഇതിൽ സെൽഫി ക്യാമറ വരുന്നത് 5 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പർച്ചറിലാണ്. പിന്നെ ഈ ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. റിയർ സൈഡിലായിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ നമുക്ക് 3.5 mm ഓഡിയോ ജാക്കും ലഭിക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 3000 mAh ബാറ്ററിയാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. 10 വാട്ടിൻ്റെ നോർമൽ ചാർജറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. മൈക്രോ USB ചാർജിങ് പോർട്ടാണ് ഇതിൽ വരുന്നത്. ഇത് ഒരു അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബാറ്ററിയും പെർഫോമൻസും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ഈ ഒരു പ്രൈസിൽ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 14,900 രൂപയാണ്. അതിപ്പോൾ ഈ ഫോൺ ബ്രസീലിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വൈകാതെ തന്നെ നമുക്ക് ഇന്ത്യയിലേക്കും ഈ ഫോൺ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു പ്രൈസിൽ ഈ ഫോണ് നമുക്ക് വാല്യൂ ഫോർ മണി ആണെന്നൊന്നും പറയാൻ കഴിയില്ല. ഈ ഫോണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യുക.